ഡോണ്ട് ഡു ഫേസ്ബുക്ക് ലീഡ് ആഡ്സ്. യു വാണ്ട് ടു നോ വൈ? നിങ്ങൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഡ് ആഡ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാവില്ല. പലപ്പോഴും ചിലപ്പോൾ ഉപദ്രവം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമായിരിക്കും ഉണ്ടായിരിക്കാം. എങ്ങനെയെന്നല്ലേ, നിങ്ങൾ വാട്സപ്പ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ CRM ഇൻറ്റഗ്രേഷനോ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കസ്റ്റമർ നിങ്ങളുടെ ലീഡ് ആഡിന് ഒരു ഫോം സബ്മിറ്റ് ചെയ്തു. അവരത് രാത്രിയാണ് അല്ലെങ്കിൽ ഒരു 9 PM ആ ഒരു ടൈമിലൊക്കെയാണ് സബ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. നിങ്ങൾ പിറ്റേ ദിവസമായിരിക്കും സ്വാഭാവികമായിട്ടും കോൾ ചെയ്യുക അല്ലെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുക. സോ ഈ ഒരു ടൈമിൽ തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ ജനറേറ്റ് ആയതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് ഈ ആഡ് വന്നത്. അവർ പലപ്പോഴും സെയിം ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം സിമിലർ ആയിട്ടുള്ള ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന ലീഡ് ആഡ്സോ അല്ലെങ്കിൽ അതുപോലത്തെ ആഡ്സോ കാണിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു ബിസിനസ് വാട്സപ്പ് ഓട്ടോമേഷനും CRM ഇൻറ്റഗ്രേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനപ്പോൾ തന്നെ അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിപ്ലൈസ് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് അവർ കൺവേർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ പെട്ടെന്ന് കൺവേർഷൻ ഹാപ്പൻ ആവുന്ന ബിസിനസ്സുകളിൽ ഈ CRM ഇൻറ്റഗ്രേഷനും വാട്സപ്പ് ഓട്ടോമേഷനും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഡ് ആഡ്സ് പിന്നീട് വിളിക്കുമ്പോൾ കോൾ ഡിസ്കണക്ട് ആവുക അല്ലെങ്കിൽ കോൾ കണക്ട് ആവുന്നില്ല, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരാം. സോ നിങ്ങൾ ലീഡ് ആഡ്സ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓട്ടോമേഷനും അതുപോലെ CRM ഇൻറ്റഗ്രേഷനും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് റിപ്ലൈസ് കൊടുക്കാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ ബഡ്ജറ്റ് വേസ്റ്റ് ആയി പോവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് റിസൾട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഫോളോ ഫോർ മോർ.